ഹലോ, എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അച്ചൂസ് ആലോകിൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് എൻ്റെ 2024 കുറച്ച് മെമ്മറീസ് ഫോട്ടോസാണ്. ഓരോ മന്ത് വൈസ് എനിക്ക് ഒരു റീക്യാപ്പ് പോലെ ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മളെപ്പോഴും എല്ലാവരും ചിന്തിക്കും പുതിയ വർഷമാണ്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, കുറേ എന്തൊക്കെ രീതിയിൽ അത് ശ്രദ്ധിക്കണം, എന്തൊക്കെ കുറച്ച് ടിപ്സ് അതിൽ നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് അടുത്ത വരുന്ന വർഷം എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആക്കാം എന്നൊക്കെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലർ വിചാരിക്കുമോ എല്ലാ ദിവസങ്ങളെ പോലെ തന്നെ 25 വരും അങ്ങനെ പറഞ്ഞിരിക്കുന്നവരും ഉണ്ടാവും. അവരാണെങ്കിൽ പോലും ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ചിന്തിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഓരോ മാറ്റങ്ങളും വശങ്ങളും. പിന്നെ നമ്മൾ 2024 എങ്ങനെയോ ആവട്ടെ, നമുക്ക് വിഷമങ്ങളാവാം, സങ്കടങ്ങളാവാം, നമുക്ക് ഡിപ്രഷൻ സ്റ്റേജ് ആവാം, അതെന്തും ആവട്ടെ, അതൊക്കെ കഴിഞ്ഞു, പാസ്റ്റാണ്. ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുക, പാസ്റ്റാണ്. നമ്മൾ എന്തായാലും ഫ്യൂച്ചറിനെ പറ്റിയും ചിന്തിക്കാൻ പോകരുത്. പ്രസൻറ്റ് ലൈഫ് എന്താണോ അത് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാം. ഇനി ഇതെന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഞാൻ ഓരോന്നും ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നതായാലും കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻ ടിപ്സ് എന്ന രീതിക്ക് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, സെൽഫ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാമിലിയെ മൈൻഡ് ചെയ്യരുത്, വേറെ ആരെയും ഫ്രണ്ട്സിനെ മൈൻഡ് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. ഇതിനെക്കാട്ടിയും അവരെയൊക്കെ നോക്കണേക്കാട്ടിയും ഒരു പെർസെൻറ്റേജ് ഒരു അധികം നിങ്ങളെ തന്നെ സ്നേഹിക്കണം, സെൽഫ് കെയർ കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതൊരു സെൽഫിഷ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു സെൽഫ് കെയർ. നിങ്ങളെ സൗന്ദര്യം ആസ്വദിക്കണം, നിങ്ങളെ കാര്യങ്ങൾ ആസ്വദിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളെ എങ്ങനെ ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടണം. ഫസ്റ്റ് നിങ്ങളെ ലവ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ലവ് ചെയ്യണം. അത് ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് കാര്യം പറയട്ടെ, നമ്മൾ എക്സ്പെക്റ്റേഷൻ കൊടുക്കാതിരിക്കുക. ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ സന്തോഷിക്കുക. ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാതെ വേറെ ഒരു എക്സ്പെക്റ്റേഷനും കൊടുക്കരുത്, ആരെ പറ്റിയും കൊടുക്കരുത്. ഒരു തരത്തിലും നമ്മളത് ചിന്തിക്കാൻ പാടില്ല. മൂന്നാമത്തെ ടിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യുക. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് വിഷമിക്കരുത്. ഒരിക്കലും അയ്യോ അതെന്തായിപ്പോവും, അയ്യോ അങ്ങനെ എന്തായിപ്പോവും ഒന്നും നമ്മൾ ഒരിക്കലും ഒരു ഫ്യൂച്ചറിന് ഇങ്ങനെ ആവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നാളെ എന്താണെന്നില്ല. അപ്പോൾ നമുക്ക് എന്താണോ നമ്മൾ അറ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് എന്താണോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രശ്നം, അത് നമ്മൾ പരിഹരിച്ച് നമ്മൾ അതിൽ എൻജോയ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് അതിജീവിച്ച് വരാൻ പോകണം. അതാണ് നമ്മളൊരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രോങ്ങർ പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. എന്താണോ മുമ്പിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ആ പ്രസൻറ്റ് തിങ്, അത് നമ്മൾ അതിജീവിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് പോകുക. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി തിങ്ക് ചെയ്യരുത്. ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് പ്ലാൻസ് കൊടുക്കാം, അല്ലാതെ വറി ചെയ്യാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാം, അല്ലാതെ വറി ചെയ്യാൻ പാടില്ല കേട്ടോ. അല്ലാതെ പ്രസൻറ്റ് ലൈഫ് മാത്രം എൻജോയ് ചെയ്ത് പോവാം. ഇനി നാലാമത്തെ ടിപ്പ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയും. നിങ്ങളിപ്പം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളാണുള്ളത്, ഫിനാൻഷ്യൽ അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വിലയിരുത്തി നിങ്ങളത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ചെയ്താൽ നമുക്കതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വിലയിരുത്തി അത് മനസ്സിലാക്കണം. ഇനി ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ല, എനിക്ക് പൈസയാണ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്ത് രീതിയിൽ നമ്മൾ ഈ ഒരു വർഷം നമുക്ക് എന്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങി നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. ചെറിയ ചെറിയ രീതിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എനിക്ക് കുറച്ച് പ്ലാൻസും കാര്യങ്ങളുണ്ട്, അത് സീക്രട്ടാണ്. വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഇനി അറിയാൻ പറ്റും. ഞാൻ കുറച്ച് കാര്യങ്ങളും ഡിസിഷൻസൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. അത് എല്ലാം സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഇനിഷ്യലി സ്റ്റേജിൽ ഓരോന്നും ചെയ്ത് പോയി നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിലും നമ്മൾ വിഷമിക്കരുത്. നമ്മൾ കിടന്ന കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ചാടി എണീക്കണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം. പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ പാടാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നിരുന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളത് ഹാർഡ് വർക്ക് നമ്മൾ നേടിയെടുക്കണം. ഓരോരോ പ്ലാൻസ്, ഓരോരോ ഐഡിയ നിങ്ങൾ ചെയ്ത് എങ്ങനെ നമുക്ക് പുതിയൊരു വർഷം നമുക്കത് സെറ്റിൽ ചെയ്ത് നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് സെക്യൂർ ആക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ച്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.